ഒരുപാട് വളരെ വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞാൽ അതൊരു കമേഴ്ഷ്യൽ ലുക്കിൽ ഉള്ളൊരു സിനിമ എന്നതിനേക്കാൾ അപ്പുറം നമുക്ക് വലിയൊരു ആശയം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ സംഭവം. ഇത് നമ്മളെ മനുഷ്യനെ കാർന്നു നിന്ന ഈ അസുഖത്തെ എന്നും ഭയപ്പാടോടുകൂടി മാത്രം കാണുന്നൊരു സമൂഹമാണ്. അത്ര ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സഹതാപം, ആൾ കയ്യൊന്നു പോവും എന്നൊരു ചിന്തയാണ് സമൂഹത്തിന് മുഴുവനുള്ളത്. ഒട്ടുമുക്കാലും നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെ മനക്കരുത്ത് കൊണ്ട് നേരിടാൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഈ സംഭവം. അപ്പോൾ അത് ആ ഒരു സിനിമയുടെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഉള്ള ഒരു ഫ്ലോ, ഫസ്റ്റ് ടു എൻഡ്, അത് നമുക്ക് ഒരിക്കൽ പോലും ഒന്ന് കോട്ടുവായിടേണ്ട അവസ്ഥ പോലെ എത്തിക്കാത്ത രീതിയിൽ വളരെയധികം വൃത്തിയായി ഭംഗിയായി അത് കൊണ്ടുപോയി എന്നത് സംവിധായകൻ്റെ ഒരു വലിയ കഴിവായിട്ട് തന്നെ നമുക്ക് കാണാൻ എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല, ഇരുത്തം വന്ന സുധീർ കരമന, അതുപോലെ തന്നെ നമ്മുടെ നിയാസ് ബക്കർ, അങ്ങനെയുള്ള അവരോടൊപ്പം മത്സരിച്ച് രീതിയിൽ ആ ഒരു വികാര തീവ്രതയോട് കൂടി തന്നെ ആ കൊച്ചുമിടുക്കി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം സന്തോഷം തോന്നുന്നു. ഒരു നല്ലൊരു ഭാവി ആ കുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ നമുക്ക് വേണം, കമേഴ്ഷ്യൽ സിനിമകളൊക്കെ വേണം, എൻ്റർടൈൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വേണം. അതിനൊപ്പം നമുക്ക് ഇത്തരം സിനിമകൾ നമ്മൾക്ക് പ്രചോദനമാകും, നമുക്ക് നാളെ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇതിനെ നമുക്ക് മനക്കരുത്തുകൊണ്ട് നേരിടാം എന്ന് പറഞ്ഞു കൊടുക്കാനും അത് സാധിക്കുന്ന മാതൃകാപരമായിട്ടുള്ള ആശയസമ്പുഷ്ടമായ ഇത്തരം സിനിമകൾ നമുക്ക് ഇനിയും വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സന്തോഷത്തോടുകൂടി തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഉത്സാഹിച്ച അമല ഹോസ്പിറ്റൽ, അത് അവരും വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരിതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ് എന്നുള്ളത് സത്യമാണ്. എങ്കിലും നമുക്ക് ഈ ആശയത്തിനോടുകൂടി സഹകരിച്ചു എന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുകയാണ്. എന്തായാലും ഈ ആശയസമ്പുഷ്ടമായ ഈ സിനിമയ്ക്ക് അതിൻ്റെ അർഹിച്ച അംഗീകാരങ്ങളും കൂടി നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് എനിക്കിപ്പോൾ ഇതിന് പറയാനുള്ളത്. താങ്ക് യു.